കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കപ്പാസിറ്ററിൻ്റെ ചാർജിങ് ത്രൂ റെസിസ്റ്ററാണ് കണ്ടത്. അതായത് കപ്പാസിറ്ററിൻ്റെ ചാർജിങ്ങിന് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ റെസിസ്റ്റർ കൂടെ കണക്ട് ചെയ്താൽ കപ്പാസിറ്റർ എങ്ങനെ ചാർജ് ചെയ്യുന്നു, ഡിസ്ചാർജ് ചെയ്യുന്നു, അതിൻ്റെ ഇക്വേഷൻസ് എത്ര സമയം അതിന് വേണ്ടി എടുക്കുന്നു ടു സാച്ചുറേറ്റഡ് വാല്യൂയിലേക്ക് എത്താൻ വേണ്ടി, അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് വാല്യൂയിൽ നിന്ന് കറണ്ട് വാല്യൂ കുറയാനും അല്ലെങ്കിൽ വോൾട്ടേജ് വാല്യൂ കൂടാനും കുറയാനും ഒക്കെ ട്രാൻസിയൻറ്റ് ടൈമിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കപ്പാസിറ്ററിൽ കൂടെയുള്ള ചാർജിങ് തന്നെയാണ്. ബട്ട് റെസിസ്റ്ററിനോടൊപ്പം തന്നെ ഒരു ഇൻഡക്റ്റീവ് എലമെൻറ്റ് ഇൻഡക്ടർ കൂടെ ഉണ്ടെങ്കിൽ, LCR സർക്യൂട്ട് ആണെങ്കിൽ എങ്ങനെയായിരിക്കും കപ്പാസിറ്റർ ചാർജ് ചെയ്യുക, ആ ചാർജിൻ്റെ ചാർജിങ്ങിങ് ആ ട്രാൻസിയൻറ്റ് ടൈമിലുണ്ടാകുന്ന ചാർജ് എങ്ങനെയായിരിക്കും വേരി ചെയ്യുന്നത്, ടൈമിനനുസരിച്ച് ഏത് തരത്തിലുള്ള വേരിയേഷൻ ആയിരിക്കും. കാരണം കപ്പാസിറ്റർ കൂടെയുള്ള റെസിസ്റ്റർ കൂടെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ഒരു എക്സ്പോണൻഷ്യൽ രീതിയിലാണ് മാറുന്നത്. എക്സ്പോണൻഷ്യലി കൂടുകയും എക്സ്പോണൻഷ്യലി കുറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കപ്പാസിറ്റർ റെസിസ്റ്റർ സർക്യൂട്ടിൽ ഒരു ഇൻഡക്ടർ കൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിങ് എങ്ങനെ മാറുന്നു എന്ന് നോക്കാം. നമ്മളിന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത് ഗ്രോത്ത് ഓഫ് ചാർജ് in a circuit with the growth of charge in a circuit with the inductance, capacitance and resistance. ഈ 3 കമ്പോണൻറ്റുമുള്ള ഒരു സർക്യൂട്ടിൽ ചാർജ് എങ്ങനെയാണ് കൂടാനും കുറയും, അതായത് ഇപ്പോൾ അത് സാച്ചുറേറ്റഡ് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് വോൾട്ടേജ് സാച്ചുറേറ്റഡ് വാല്യൂ വരെ എത്തുന്നത് വരെ എന്തായിരിക്കും അതിൽ സംഭവിക്കുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു സർക്യൂട്ട് എടുക്കാം. ഈ പറഞ്ഞ എലമെൻ്റൊക്കെ ഉള്ള ഒരു റെസിസ്റ്റർ, ഒരു ഇൻഡക്റ്റർ, ഒരു കപ്പാസിറ്റർ. ഇതും നമ്മളൊരു DC പവർ സപ്ലൈയുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ത്രൂ എ കീ. റെസിസ്റ്റർ, ഇൻഡക്റ്റർ, കപ്പാസിറ്റർ, പവർ സപ്ലൈ വിത്ത് കീ. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റർ ഫുള്ളി ചാർജഡ് ആകണമെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്ററും സപ്ലൈ വോൾട്ടേജും സെയിം ആകുന്നത് വരെ കപ്പാസിറ്റർ കൂടെ ചാർജിങ് നടക്കണം. എന്ന് വെച്ചാൽ അപ്പോഴാണ് സാച്ചുറേറ്റഡ് വോൾട്ടേജ് എത്തി അല്ലെങ്കിൽ മാക്സിമം വോൾട്ടേജ് കപ്പാസിറ്ററിലൂടെ എത്തി എന്ന് പറയുന്നത്. അപ്പം ആ കണ്ടീഷൻ എത്തുന്നത് വരെ എന്ന് വെച്ചാൽ ഈ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സപ്ലൈ വോൾട്ടേജും ഒന്നാകുന്നത് വരെ ആ ടൈമിനിടയ്ക്ക് നടക്കുന്ന അതിനാണ് നമ്മൾ ട്രാൻസിയൻറ്റ് ടൈം, ആ ഷോർട്ട് ടൈമിനിടയ്ക്ക് നടക്കുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് സ്വിച്ച് ഓൺ ചെയ്യുന്നു വിചാരിക്കാം. സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് I ആണെന്ന് വിചാരിക്കുക. ആൻഡ് Q ബി ദ ചാർജ് അക്രോസ് ദ കപ്പാസിറ്റർ. അപ്പം I ആൻഡ് Q ബി ദ instantaneous current and charge through the circuit. Current and charge എന്ന് വെച്ചാൽ ആ ടൈമിനനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞ് കറണ്ട് മാക്സിമം അല്ലെങ്കിൽ കറണ്ട് കുറയുന്നതും വോൾട്ടേജ് മാക്സിമം ആകുന്നത് വരെ, സപ്ലൈ വോൾട്ടേജ് ആകുന്നത് വരെ ആ കറണ്ടിൻ്റെയും ചാർജിൻ്റെയും വേരിയേഷൻ നമുക്ക് IQ എന്നത്. അപ്പോൾ സോ ദീസ് ടു ആർ ബേസിക്കലി ഫങ്ഷൻസ് ഓഫ് ടൈം. ഏത് ടൈം? ട്രാൻസിയൻറ്റ് ടൈമിലായിരിക്കും. ട്രാൻസിയൻറ്റ് ടൈമിനിടയ്ക്ക് നടക്കുന്ന വേരിയേഷനാണ് കറണ്ടും ചാർജും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ I എന്ന് പറയുന്ന കറണ്ട് ഓരോ ഇൻസ്റ്റൻറ്റിലും പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടൊരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. അപ്പോൾ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I × R എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ടൈമിനനുസരിച്ച് മാറുന്ന കറണ്ടാണ്. കാരണം സാച്ചുറേഷൻ എത്തുന്നത് വരെ അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് വാല്യൂ ആവുന്നവരെ സമയത്തിനനുസരിച്ച് കറണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ടൈം വേരിയിങ് കറണ്ട് ഒരു ഇൻഡക്ടറിന് അക്രോസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ അതിനൊരു ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്പ് ചെയ്യും. ദിസ് ഇസ് Faraday's law of electromagnetic induction. The direction of the induced field within the inductor is such in a way that it opposes the growth of current. കറണ്ടിൻ്റെ ഗ്രോത്ത് ഒപ്പോസ് ചെയ്യുന്ന തരത്തിലായിരിക്കും ഇൻഡക്ടറിനകത്ത് ഇൻസൈഡ് ഫീൽഡ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ L × di/dt. നമ്മുടെ സമയത്തിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുള്ളൂ. വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഇൻസ്റ്റൻറ്റേനിയസ് ചാർജ് Q ആണെങ്കിൽ Q/C എന്ന് എഴുതാൻ പറ്റും. അതായത് നിങ്ങളുടെ ആകെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജിൻ്റെ ഓരോ പാർട്ടും ആ എനർജി ഇതിനകത്ത് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു കിർച്ചോഫ്സ് ലോ
നമുക്ക് എഴുതാൻ പറ്റും. എന്തൊക്കെ എഴുതാൻ പറ്റും? IR പ്ലസ് L ഇൻറ്റു DI/dt പ്ലസ് Q/C ഈസ് ഈക്വൽ ടു, അതായത് ആകെ കൊടുക്കുന്ന E എന്ന് പറയുന്ന വോൾട്ടേജ് ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ബേസിക്കലി ക്രിച്ചോഫ്സ് ലോ ഓഫ്, നേരത്തെ പറഞ്ഞതുപോലെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ചാർജിൻ്റെ ഗ്രോത്താണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം Q ആസ് എ ഫങ്ഷൻ ഓഫ് ടൈം നമുക്ക് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് Qൻ്റെ ഫോമിലേക്ക് മാറ്റാൻ പോകണം. ആസ് I ഈസ് ഈക്വൽ ടു dQ/dt എന്ന് എഴുതാമല്ലോ. അതുകൊണ്ട് നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. L ഇൻറ്റു d²Q/dt² പ്ലസ് R ഇൻറ്റു dQ/dt പ്ലസ് Q/C ഈക്വൽ ടു E എന്ന് എഴുതും. ത്രൂ ഔട്ടായിട്ടൊരു L കൊണ്ട് ഡിവൈഡ് ചെയ്താൽ d²Q/dt² പ്ലസ് R/L ഇൻറ്റു dQ/dt പ്ലസ് Q/LC മൈനസ് E/L ഇസ് ഈക്വൽ ടു 0. കാരണം ഈ ഇപ്പുറത്ത് കൊണ്ടുവന്ന് ത്രൂ ഔട്ടായിട്ട് ഒരു L കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇക്വേഷൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ d²Q/dt² പ്ലസ് R/L ഇൻറ്റു dQ/dt പ്ലസ് 1/LC ഇൻറ്റു Q മൈനസ് E ഇൻറ്റു C. ഓക്കെ, വാട്ട് ഈസ് E ഇൻറ്റു C? E എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്. വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. എപ്പോഴാണ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് E ആകുന്നത്? ഫുള്ളി കംപ്ലീറ്റ്ലി ചാർജ് ആകുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ വെൻ കംപ്ലീറ്റ്ലി ചാർജ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. വെൻ കംപ്ലീറ്റ്ലി ചാർജ് എന്താണ്? അതിന് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താവും? സപ്ലൈ വോൾട്ടേജ് തന്നെയാവും ഇൻറ്റു അതിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ ഫുള്ളി ചാർജ് ആകുമ്പോൾ വാല്യൂ, അതായത് മാക്സിമം ചാർജ് Q0 എത്തും. അപ്പോൾ ഞാൻ മാക്സിമം ചാർജിനെ Q0 എന്ന് മാറ്റി എഴുതുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. d²Q/dt² പ്ലസ് R/L ഇൻറ്റു dQ/dt പ്ലസ് 1/LC Q മൈനസ് Q0 ഈക്വൽ ടു 0 എന്നായിരുന്നു. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് Q ആസ് എ ഫങ്ഷൻ ഓഫ് ടൈമാണ്. ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ അറിയാം. അപ്പോൾ എങ്ങനെ അത് സോൾവ് ചെയ്യാൻ നോക്കുമ്പോൾ സോൾവ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടി ഈ ഇക്വേഷനെ ഒന്ന് മോഡിഫൈ ചെയ്യുവാണ്. ചില കോൺസ്റ്റൻസ് കൊടുത്ത് മാറ്റി എഴുതുവാണ്. Suppose R/L is equal to 2B, where B is a constant, and 1/LC is equal to K². അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? d²Q/dt² പ്ലസ് 2B ഇൻറ്റു dQ/dt പ്ലസ് Q മൈനസ് Q0 ഡിവൈഡഡ് ബൈ 1/LC ആണ് K². Q മൈനസ് Q0 ഇൻറ്റു K² ഈക്വൽ. സോ നമുക്ക് ഈ ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. അപ്പം ഈ Qൻ്റെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഹോമോജീനിയസ് ലിക്വിഡ്. അപ്പം ദിസ് ഇസ് എ സെക്കൻഡ് ഓർഡർ homogeneous ordinary differential equation with the constant coefficients. ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ സെറ്റ് ചെയ്യാം. ഓക്സിലറി ഇക്വേഷൻ ഈസ് m² പ്ലസ് 2bm പ്ലസ് k² ഈക്വൽ ടു 0. m is equal to minus 2b plus or minus 4b² minus 4k² divided by 2, or m is equal to minus b
plus or minus root of b square minus k square. So there are two roots to the equation. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെ എഴുതാൻ പറ്റും? രണ്ട് റൂട്ട്സ് ഉണ്ട്. നമുക്ക് രണ്ട് റൂട്ട്സിന് ഞാൻ പേര് കൊടുക്കുന്നു. m1 is equal to minus b plus root of b square minus k square എന്നൊരു റൂട്ടും another root m2 is equal to minus b minus root of b square minus k square. Then the solution to the equation is, that is q of t, or we can think it differently. The solution of x of t is equal to some constant a into e raised to m1 t plus b into e raised to m2. Roots are distinct ആണെങ്കിൽ, these are distinct roots ആണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ ഇങ്ങനെ മോഡിഫൈ ചെയ്യാം. So what is x here? So we can modify our original equation. നമ്മൾ എഴുതിക്കുന്ന homogeneous differential equation with a constant coefficient ഈ equation ആണ്. ഇതിനെ ഒന്ന് മാറ്റി എഴുതിയാൽ മതി. Here I am assuming q minus q0 is equal to x. Then equation എങ്ങനെ മാറും? dq by dt, കാരണം as q0 is constant, dq by dt is dx by dt, and d square q by dt square is also d square x by dt square. So we can change the equation as d square x by dt square plus 2b into dx by dt plus k square x is equal to 0. This is again, this is also a second order homogeneous ODE with a constant coefficient. Its solution, its roots will be like this, and the solution is x of t is equal to a e raised to m1 t plus b e raised to m2 t. So substituting all the values back, x of t is equal to a e raised to minus b plus root of b square minus k square into t plus b e raised to minus b minus root of b square minus k square into t. X of t means q minus q0. Therefore q is equal to q0 plus ഈ രണ്ട് ടേമിൽ നിന്നും ഇ റൈസ് ടു മൈനസ് ബി ടി കോമൺ ആയിട്ട് എടുക്കാം. ഇ റൈസ് ടു മൈനസ് ബി ടി ഇൻറ്റു എ ഇ റൈസ് ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി. So we have to find this coefficients a and b. നമുക്കറിയാം ടൈം 0 ആകുമ്പോൾ ഇനിഷ്യലി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ചാർജ് ഒന്നും ഇല്ല. ക്യൂ ഷുഡ് ബി 0. അതുപോലെ തന്നെ ഡി ക്യൂ ബൈ ഡി ടി ടൈം സമയത്ത് 0 ആകുമ്പോൾ ഡി ക്യൂ ബൈ ഡി ടി എന്താണ് 0 ആവും. അപ്പോൾ ക്യൂ 0 ആകുമ്പം ടി 0 ആകുമ്പോൾ ക്യൂ 0 ആവുന്ന കണ്ടീഷൻ വെച്ചിട്ട് എഴുതിയാൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും? 0 is equal to q0 plus 1 into then t0 ആകുമ്പോൾ രണ്ട് ടേം പോവും, എ പ്ലസ് ബി എന്ന് എഴുതാം. Or a plus b is equal to minus q0. This would be equation number 1. ഇനി ഡി ക്യൂ ബൈ ഡി ടി 0 ആണെന്ന് സെറ്റ് ചെയ്താലോ? ഡി ക്യൂ ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഡി ക്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം വുഡ് ബി 0. കാരണം ഈ q0 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 ആയി പോകും. ഇനി സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാം. എ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ടി ഇൻറ്റു കോഎഫിഷ്യൻറ്റ് മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് b square minus k square into t into minus b minus root of
ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0 ബി ക്യൂബ് ഡി ടി എന്താവും 0. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടും? ദിസ് ടേം വുഡ് ബി 0. ദെൻ എ ഇൻറ്റു മൈനസ് ബി പ്ലസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ പ്ലസ് ബി ഇൻറ്റു മൈനസ് ബി മൈനസ് റൂട്ട് ഓഫ് b square minus k square. Again simplifying, 0 is equal to minus b into a plus b plus root of b square minus k square into a minus b. നമുക്ക് a plus b minus q0 ആണെന്ന് അറിയാം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ a minus b എന്ത് കിട്ടും? മൈനസ് ബി ഇൻറ്റു മൈനസ് ക്യൂ സീറോ ബി ക്യൂ സീറോ. അതിനിപ്പുറത്ത് കൊണ്ടുവന്ന് വീണ്ടും മൈനസ് ബി ക്യൂ സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. ഇപ്പോൾ എ പ്ലസ് ബിയും എ മൈനസ് ബിയും അറിയാമെങ്കിൽ ഇതിന് സോൾവ് ചെയ്യാം. സോൾവ് ചെയ്ത് എയും ബിയും കണ്ടുപിടിക്കാം. ഇപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എയുടെ റിലേഷൻ കിട്ടും. എ ഈസ് ഈക്വൽ ടു മൈനസ് ക്യൂ സീറോ ബൈ 2 ഇൻറ്റു 1 plus b by root of b square minus k square. Minus q0 plus minus b q0 divided by root of b square minus k square would be 2a എന്ന് കിട്ടും. അപ്പം a എന്ന് പറയുന്നത് മൈനസ് q0 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ മൈനസ് q0 ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് ക്യൂ സ്ക്വയർ എന്ന് കിട്ടും. ഈ രണ്ട് ഇക്വേഷൻ കൂടെ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ a കിട്ടാൻ 1 പ്ലസ് 2 ചെയ്താൽ മതി. ദെൻ 1 മൈനസ് 2 ചെയ്താൽ ബി കിട്ടും. ബിയുടെ വാല്യൂ മൈനസ് ക്യൂ സീറോ ബൈ 2 ഇൻറ്റു 1 മൈനസ് ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ സൊല്യൂഷൻ ഇങ്ങനെ മാറ്റി എഴുതാം. ക്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു ക്യൂ സീറോ പ്ലസ് ഇ റൈസ് ടു മൈനസ് ബി ടി ടേം ഉണ്ട്, എയും ബിയും ഉണ്ട്. ക്യൂ സീറോ പ്ലസ് ഇ റൈസ് ടു മൈനസ് ബി ടി ഇൻറ്റു എയുടെയും ബിയുടെയും ടേമിൽ ഒരു മൈനസ് ക്യൂ സീറോ ബൈ 2 ഉണ്ട്. നമുക്ക് പുറത്ത് എഴുതാം. മൈനസ് ക്യൂ സീറോ ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു root of b square minus k square t plus 1 minus b divided by root of b square minus k square into e raised to minus root of b square minus k square t. This is the final equation relating the charge of the capacitor. Like ആ സർക്യൂട്ടിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും സാച്ചുറേഷൻ മാക്സിമം Q0 ആകുന്നത് വരെ എത്രമാത്രം ചാർജ് പോയിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഈ ഇക്വേഷൻ തന്നെ. നമുക്കൊന്നുകൂടെ തന്നെ മോഡിഫൈ ചെയ്ത് ഫൈനൽ ഇക്വേഷൻ എഴുതാം. ക്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു Q0 മൈനസ് Q0 ഇ റൈസ് ടു മൈനസ് ബി ടി ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് ബി ബൈ root of b square minus k square into e raised to root of b square minus k square t plus 1 minus b divided by root of b square minus k square into e raised to minus root of b square minus k square into t. This is the final equation of the charge in the capacitor at any instant of time t. അതായത് കപ്പാസിറ്റർ സീറോയിൽ നിന്ന് മാക്സിമം ചാർജ് Q0യിലേക്ക് എത്തുന്നത് വരെയുള്ള ട്രാൻസിയം ടൈമിൽ എങ്ങനെയാണ് അതിൻ്റെ ചാർജ് കൂടുന്നത് എന്ന് കാണിക്കുന്ന ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറേയധികം ബിയും കെയും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിടക്കുന്നത്. പക്ഷെ നമുക്ക് ബിയുടെ വാല്യൂ നമുക്കറിയാം. നമ്മൾ ബിയുടെ വാല്യൂ പറഞ്ഞത് ബി ഈസ് ഈക്വൽ ടു ആർ ബൈ എൽ എന്നാണ്. കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 ബൈ എൽ സി ആണ്. അപ്പം
ഈ എന്ന് വെച്ചാൽ ആറും എല്ലും സിയും ഒക്കെയാണ് ഇതിനകത്തുള്ള ചാർജിങ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതെങ്ങനെയാണ് അത് ഡിസിഷൻ, അതെങ്ങനെയാണ് അത് ചെയ്യുന്നത്, തീരുമാനിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഓരോ കണ്ടീഷനായിട്ട് എടുത്ത് നോക്കാം. നമ്മളങ്ങനെ ഇതാണ് ഇക്വേഷൻ ഇരിക്കുന്നത്. ചാർജിങ് ത്രൂ ദ ഓഫ് കപ്പാസിറ്റർ. കേസ് 1, ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ കെ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ബി സ്ക്വയർ കെ സ്ക്വയറിനേക്കാളും കൂടുക എന്ന് പറയുന്ന മീനിങ് എന്താ? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക. ഓക്കെ, റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ എന്ന് പറഞ്ഞ ടേം എന്താ? പോസിറ്റീവ് ആവും. ഇവിടെയെല്ലാം എല്ലാം റൂട്ടിനകത്ത് നടക്കുന്ന റൂട്ടെല്ലാം പോസിറ്റീവ് ആവും. അതിന് ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് വെച്ചാൽ എന്താ പ്രത്യേകത എന്താ? ഈ ബി എന്ന് പറഞ്ഞ ടേമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ബി ഇപ്പോൾ ഇ റേസ് ടു മൈനസ് ബി ടി എന്ന് പറഞ്ഞാൽ എക്സ്പോണൻഷ്യലി കുറഞ്ഞു വരുന്ന ഗ്രാഫാണ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറയുന്നത്. നമ്മൾ എക്സും ഇ റേസ് ടു മൈനസ് എക്സും കൂടെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എക്സ്പോണൻഷ്യലി കുറയുകയാണ്. അതായത് ബിയുടെ വാല്യൂ കൂടുന്നു എന്ന് വെച്ചാൽ ഈ കുറവെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ടേം ഇപ്പം ഈ ബി സ്ക്വയർ ഈ ഒരു ടേം ഈ ബാക്കിയുള്ള ടേം ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ വരുന്ന ടേംസ് എല്ലാം പോസിറ്റീവ് ആവും. അപ്പോൾ ഫൈനൽ ചാർജ് Q0 എത്താൻ വേണ്ടി ബിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് ഒരുപാട് സമയം എടുക്കും. കാരണം എക്സ്പോണൻഷ്യൽ ഡിടിക്ക് കുറേയധികം സമയം എടുക്കും. അങ്ങനെയുള്ള കേസുകളിൽ അപ്പോൾ നമ്മൾ പറയാം, ഇപ്പം ഭയങ്കര റെസിസ്റ്റൻസ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ ഡിക്രീസ് വളരെ സ്ലോ ആയിട്ട് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ Q0 എത്തുന്ന ചാർജിങ് വളരെ സ്ലോ ആയിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ കേസിനെ വിളിക്കുന്ന പേരാണ് ഓവർ ഡാംഡ് കണ്ടീഷൻ. ഓവർ ഡാംഡ് കണ്ടീഷൻ. സർക്യൂട്ട് ഓവർ ഡാംഡ് എന്ന് അതിൻ്റെ മീനിങ് എന്താ? എല്ലാ ടേംസും റിയലായി മാറും. ആൻഡ് ബിക്കോസ് ഇറ്റ് ടേക്സ് more time to reach final charge Q0 ഫൈനൽ ചാർജ് ആകാൻ ഒരുപാട് സമയം എടുക്കും. കാരണം ബി എന്ന് പറയുന്ന ടേമാണ് കൂടിയത്. അപ്പം ഈ ബി എന്ന് പറയുന്ന ടേം കൂടുക എന്ന് പറഞ്ഞാൽ അതായത് റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലാണെങ്കിൽ ഇ റേസ് ടു മൈനസ് ബി ടിയുടെ ഡിക്രീസ് ഭയങ്കര സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ. അത് കാരണം ആ ക്വാണ്ടിറ്റിന്ന് Q0 നിന്ന് കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് 0 എത്ര വേഗം അപ്രോച്ച് ചെയ്യുന്നു എന്നതനുസരിച്ചിട്ട് Q എന്തിലേക്ക് അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കും? Q0 എത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഡിക്രീസ് ഭയങ്കര സ്ലോ ആണെങ്കിൽ ഈ Q0 എത്താനുള്ള സമയം ഒരുപാട് എടുക്കും. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനുകളിൽ നമ്മുടെ സർക്യൂട്ട് ഓവർ ഡാംഡ് ആണെന്ന് പറയാൻ പറ്റും. ഇനി ആലോചിച്ച് നോക്കുക, കെ സ്ക്വയർ ആണ് കൂടുതലെന്ന് വിചാരിക്കുക. ബി സ്ക്വയർ ഈസ് ലെസ് ദാൻ കെ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ബി സ്ക്വയർ കെ സ്ക്വയറിനേക്കാളും കുറവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ റൂട്ടിനകത്തുള്ള ആളുകളൊക്കെ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. എന്ന് വെച്ചാൽ ബി സ്ക്വയർ ലെസ് ദാൻ കെ സ്ക്വയർ എന്ന് വെച്ചാൽ ബി സ്ക്വയറിൻ്റെ വാല്യൂ എത്രയാണ്? ആർ സ്ക്വയർ 2b ആണ് നമ്മൾ r/l എന്ന് എഴുതിയത്. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ r/2 അല്ല, 4l² ആണ് ബി സ്ക്വയർ. ഗ്രേറ്റർ ദാൻ 1/LC ആണെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മൾ എഴുതിയത്. ഇനി തിരിച്ചാണെങ്കിലോ, അതായത് r² ഡിവൈഡഡ് ബൈ 4l² ലെസ് ദാൻ 1/LC. എന്താ സംഭവിക്കുന്നത്? റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് കെ സ്ക്വയർ ഇമാജിനറി ആണ്. നമുക്കത് ഇങ്ങനെ മാറ്റി എഴുതാം. അതുകൊണ്ട് ദിസ് ഇസ് എ ഇമാജിനറി ക്വാണ്ടിറ്റി i ഇൻറ്റു ഒമേഗ എന്ന് എഴുതാം. ഒമേഗ നമ്മളിതിന് തിരിച്ച് കിട്ടിയ ആളാണ്. അപ്പോൾ വേറെ ഒമേഗ ഇസ് ഈക്വൽ റൂട്ട് ഓഫ് കെ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. നമുക്ക് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു മൈനസ് റൂട്ട് ഓഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ i എന്ന് മാറ്റി എഴുതിയതിന് ശേഷം i ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. ദെൻ Q ഇസ് ഈക്വൽ ടു Q0 മൈനസ് Q0 e റേസ് ടു മൈനസ് t ബൈ 2 ഇൻറ്റു 1 പ്ലസ് b ബൈ i ഒമേഗ ഇൻറ്റു e റേസ് ടു i ഒമേഗ t പ്ലസ് 1 മൈനസ് b ബൈ i ഒമേഗ ഇൻറ്റു e റേസ് ടു മൈനസ് i ഒമേഗ. നമുക്കിത് ഫുള്ളി സിംപ്ലിഫൈ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള ടേംസ് കോമൺ ആയിട്ട് എടുത്തിട്ടൊക്കെ. Therefore Q is equal to Q as a function of time is equal to Q0 minus Q0 e raised to minus bt divided by 2 into ഒരു e raised to i omega t plus e raised to minus i omega t എന്നൊരു ടേം ഉണ്ട്. ഓക്കെ,
then plus b by I omega കോമൺ ആയിട്ട് എടുത്താൽ e raised to I omega t മൈനസ് e raised to മൈനസ് I omega t എന്ന് ടേം കോമൺ ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ 2 കൂടെ അകത്തോട്ട് എടുത്താലോ. q0 മൈനസ് q0 e raised to മൈനസ് ബി ടി ഇൻറ്റു e raised to I omega t പ്ലസ് e raised to മൈനസ് I omega t ഡിവൈഡഡ് ബൈ 2 എന്നൊരു ടേം ഉണ്ട്, പ്ലസ് b ബൈ ഒമേഗ ഇൻറ്റു e raised to I omega t മൈനസ് e raised to മൈനസ് I omega t ഡിവൈഡഡ് ബൈ 2i എന്നൊരു ടേം ഉണ്ട്. ഇതിൽ നമുക്കറിയാം e raised to I omega t പ്ലസ് e raised to മൈനസ് omega t ബൈ 2 cos omega t ആണ്, ഇത് sin omega t ആണ്. ബിക്കോസ് e raised to I theta എന്ന് പറയുന്നത് cos theta പ്ലസ് I sin theta ആൻഡ് e raised to മൈനസ് I theta എന്ന് പറയുന്നത് cos theta മൈനസ് I sin theta. സോ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ e raised to I theta പ്ലസ് e raised to മൈനസ് I theta എന്ന് പറഞ്ഞാൽ 2 cos theta ആയിരിക്കും. ആ ബൈ ഡിവൈഡഡ് ബൈ 2 ഇതാണ് ഇവിടെ വരുന്നത്. അടുത്ത e raised to I theta മൈനസ് e raised to മൈനസ് I theta എന്ന് പറഞ്ഞാൽ 2i sin theta എന്ന് വരും. ആ 2i കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? q is equal to q as a function of time is equal to q0 minus q0 e raised to minus beta t into cos omega t plus b by omega sin omega t എന്ന് എഴുതാം. വേണമെങ്കിൽ നമുക്ക് ഒമേഗ കൂടെ കോമൺ ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ q0 minus q0 e raised to minus bt by omega into omega cos omega t plus b sin omega t. ഇപ്പോൾ ഇക്വേഷൻ കണ്ടാൽ തന്നെ അറിയാം കൊസൈനിൻ്റെയും സൈനിൻ്റെയും ഫംഗ്ഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഒരു തരം ടൈമിനനുസരിച്ച് ടു ആൻഡ് ഫ്രോ പോലെ മൂവ് ചെയ്യുന്ന ഓസിലേറ്ററി ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ്. അത് നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒമേഗയ്ക്ക് put omega is equal to k sin alpha, put for the purpose of simplification only, and b is equal to k sin alpha. അങ്ങനെയാണെങ്കിൽ q of t എങ്ങനെ മാറും? q0 മൈനസ് q0 e raised to minus bt by omega. ഒമേഗയ്ക്ക് k sin alpha എന്ന് കൊടുക്കണം. അപ്പോൾ k sin alpha cos omega t പ്ലസ് ബിക്ക് കെ കോസ് ആൽഫ, ബിക്ക് കെ കോസ് ആൽഫ എന്നാണ്. കെ കോസ് ആൽഫ സൈൻ ഒമേഗ ടി. ഒരു കെ കോമണായിട്ട് ഇടുന്നത് സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി ഫോമിലാണ്. അപ്പോൾ നമുക്കിതിനെ മാറ്റി എങ്ങനെ എഴുതാം? ക്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു q0 മൈനസ് q0 e raised to minus t into k by omega into sin a cos b plus cos a sin b sin a plus b sin of omega t plus alpha. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായി. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഭയങ്കര കുറവാണെങ്കിൽ സൈൻ ഒമേഗ ടി പ്ലസ് 5 എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഓസിലേറ്ററി ഫംഗ്ഷൻ കിടപ്പുണ്ട്. പക്ഷേ ഓസിലേഷൻ എലോങ് വിത്ത് ഏത് ടേം ഉണ്ട്? എക്സ്പോണൻഷ്യൽ ഡീക്കേയിൽ. അപ്പം ഇത് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്താൽ സമയത്തിനനുസരിച്ച് നമ്മളിത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ടൈം വേഴ്സസ് q0 ആണ് നമ്മുടെ മാക്സിമം വാല്യൂ അല്ലേ? അതിലേക്ക് കപ്പാസിറ്റർ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പം ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ ഏത് r²/4l² ഇസ് ലെസ് ദാൻ 1/LC ആണെങ്കിൽ ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ സംഭവിക്കുന്നത് ഹൈ ആംപ്ലിറ്റ്യൂഡിൽ ചാർജ് കൂടാൻ തുടങ്ങും എബൌട്ട് q0 നിന്നുള്ള വേരിയേഷനാണിത്. പക്ഷേ ഈ സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ എന്ന് പറയുന്ന സാധനം ഓസിലേഷൻ ഉണ്ടാക്കുമെങ്കിലും ഇൻറ്റു e raised to മൈനസ് bt ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? അത് എക്സ്പോണൻഷ്യൽ കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് ആയിട്ട് വരച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൂടി കുറഞ്ഞു ഇങ്ങനെയായിരിക്കും ആ കോൺസ്റ്റൻറ്റ് വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യുക. എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കൂടുതലാണെങ്കിൽ അത് ഓവർ ഡാംപ്ഡ് ആയിപ്പോൾ എന്ത് സംഭവിക്കും? അത് ഒരിക്കലും സാച്ചുറേഷൻ എത്താൻ ഒരുപാട് സമയം എടുക്കും. q0 എന്ന് പറയുന്ന വാല്യൂ എത്താൻ ഒരുപാട് സമയം എടുക്കും. ഇനി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ വളരെ കുറവാണെങ്കിൽ
Q0യിലേക്ക് എത്തുന്ന Q0യിലേക്കുള്ള മാക്സിമം വാല്യൂയിലേക്ക് എത്തുന്നത് ഓസിലേറ്ററി ആയിട്ടായിരിക്കും. അപ്പോൾ ഈ കണ്ടീഷൻ കറസ്പോണ്ട്സ് ടു ഓസിലേറ്ററി ബിഹേവിയർ ഓഫ് സർക്യൂട്ട്. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്യില്ല ഡ്യൂ ടു ദ ഡിപ്പെൻഡൻസ് ഓഫ് ഈ എക്സ്പോണൻഷ്യലി ഡിക്രീസിങ് ടേം കാരണം അത് ഡാംഡ് ഓസിലേറ്ററി ആയിരിക്കും. ഓസിലേറ്ററി പ്ലസ് ഡാംഡ് പോലെ ആയിരിക്കും അത് പോവുക. നമ്മൾ സാധാരണ സിമ്പിൾ പെൻഡലത്തിൻ്റെ കാര്യം പറഞ്ഞു വരുന്നത് എയർ റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ ഓസിലേറ്ററി ബിഹേവിയർ ഗ്രാജുവലി ഡൈ ഔട്ട് ചെയ്തു പോകും. അതുപോലെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എങ്ങനെയാണ് ഇത് ഡൈ ഔട്ട് ചെയ്യുന്നതെന്ന് സൂചിപ്പിക്കുന്നത് ഈ ഒമേഗയാണ്. അപ്പോൾ ഒമേഗയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഒമേഗ എന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് √(k² - b² ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫ്രീക്വൻസി ഓഫ് ദിസ് ഓസിലേഷൻ അപ്പോൾ എഴുതി നോക്കാം. Therefore, frequency of this oscillation frequency of this oscillation is ഒമേഗയാണ്. കാരണം കർവ് കണ്ടാൽ മനസ്സിലാവും സൈനിൻ്റെ ടിയുടെ കോഎഫിഷ്യൻ്റാണ് ഫ്രീക്വൻസി എന്ന് വെച്ചാൽ √(k² - b²) or omega is equal to √(1/LC minus r²/4L²). ഇതാണ് നമ്മുടെ ഒമേഗയുടെ വാല്യൂ. ഓക്കെ, അത് ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എഴുതിയാൽ ഇതിനെ മാറ്റി എഴുതിയാൽ ന്യൂ is equal to 1/2π into √(1/LC minus r²/4L²). ഓക്കെ, ഇതായിരിക്കും എന്നുവെച്ചാൽ ആറിൻ്റെ വാല്യൂ കാരണം ഈ പറഞ്ഞ ഫ്രീക്വൻസി ഗ്രാജുവലി ഡൈ ഔട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ രണ്ട് കണ്ടീഷൻസ് നോക്കി b² കൂടുതലാണ് എന്ന് വെച്ചാൽ ആറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഓവർ ഡാംഡ് ആയിരിക്കും, ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ഓസിലേറ്ററി ആവും. ഇഫ് രണ്ടും കൂടി ഈക്വൽ ആണെങ്കിലോ b² = k² ആണെങ്കിൽ എന്ത് സംഭവിക്കും? b² = k² ആണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലെല്ലാം 0 ആയി പോകും അല്ലേ. b² = k² ആകുമ്പം ഈ പറയുന്ന നമ്മുടെ ഇക്വേഷനിൽ b² - k² എന്ന് പറയുന്ന ടേം വരുന്നു, അതെല്ലാം 0 ആയിട്ട് പോകുന്നു. ഒന്ന് e+ b² - k² ടേം ഉണ്ട്, ഒരു e- b². അപ്പോൾ e-0 പ്ലസ് ഈ ടേം എല്ലാം കൂടെ വരുന്ന കേസിൽ ഇതൊരു നോൺ ഓസിലേറ്ററി സിറ്റുവേഷനാണ്. ഓവർ ഡാംഡ് ആണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നോൺ ഓസിലേറ്ററി സിറ്റുവേഷനാണ്, ഡാംഡും അല്ല. അപ്പോൾ രണ്ട് കണ്ടീഷനും നടുക്കുള്ള കണ്ടീഷനാണ്. ദിസ് ഈസ് കോൾഡ് ക്രിട്ടിക്കലി ഡാംഡ് കണ്ടീഷൻ. ഓവർ ഡാംഡും അല്ല, പക്ഷേ ഓസിലേറ്ററി. അപ്പോൾ നോൺ ഓസിലേറ്ററി ആയിട്ടുള്ള ഈ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്. ഈ കണ്ടീഷനിൽ സർക്യൂട്ട് ക്രിട്ടിക്കലി ഡാംഡ് ആണെന്ന് പറയും. അപ്പം പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ആറിൻ്റെ വാല്യൂ ആണ്. ആറ് ഭയങ്കര കൂടുതലാണ്. ബി എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞാൽ r/2L ആണ്. b² കൂടുക എന്ന് പറഞ്ഞാൽ മിനി 6 കൂടണം. ആറിൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഓവർ ഡാംഡ് ആയിരിക്കും, ആറിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ഓസിലേറ്ററി ആയിരിക്കും. അപ്പോൾ there is some critical value of R which determines whether the circuit should be over damped or oscillatory. അപ്പോൾ ആ വാല്യൂ എത്രയാണെന്ന് നോക്കാം. ക്രിട്ടിക്കൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പം ഇതാണ് ഈ കണ്ടീഷൻ. അപ്പോൾ നമുക്ക് നോക്കാം. r²/4L² is equal to 1/LC ആവണം. അപ്പോൾ ഈ R എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? L ക്യാൻസൽ ചെയ്ത് പോയി. r² is equal to 4L/C എന്ന് എഴുതാം. or R is equal to 2 into √(L/C). This is called the critical resistance. RC is equal to 2 into √(L/C). The critical resistance എന്ന് പറയാം. When R greater than ഈ critical resistance ആണെങ്കിൽ the circuit is over damped and R is less than RC ആണെങ്കിൽ എന്ന് വെച്ചാൽ അപ്പോൾ b² < k², അപ്പോഴാണെങ്കിൽ സർക്യൂട്ട് എന്തായി മാറും? ഓസിലേറ്ററി ആകും. ഈ ഓസിലേറ്ററി എന്ന് ഉദ്ദേശിക്കുന്ന കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡിലല്ല, നേരത്തെ പറഞ്ഞ ഒരു ഡാമ്പിങ് ടേമും കൂടെ ചേർത്തിട്ടായിരിക്കും വരിക.
അപ്പോൾ ഈ കണ്ടീഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറയുന്ന പോലെ B² = K² ആവുന്ന സമയത്ത് ഒറിജിനൽ ഇക്വേഷനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും. Q = Q0 - Q0 e raised to -bt × 1 + bt. ഓക്കെ, അപ്പോൾ നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങളുടെ ഒരു LCR സർക്യൂട്ടിൽ കൂടെ ഒരു കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് R ആൻഡ് L പല രീതിയിൽ ബിഹേവ് ചെയ്യും. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ സർക്യൂട്ടിൻ്റെ ബിഹേവിയർ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിൽ 3 കണ്ടീഷൻസ് നമുക്ക് കിട്ടി. എന്തായാലും കപ്പാസിറ്റർ ചാർജ് ചെയ്ത് മാക്സിമം Q0 എത്തണം. സാച്ചുറേഷൻ വാല്യൂ Q0 എത്തണം. പക്ഷെ അതെങ്ങനെ എത്തും എന്നുള്ളതാണ്. 3 കണ്ടീഷൻ കിട്ടി. ഓവർ ഡാംപ്ഡ് ആവാം, ക്രിട്ടിക്കലി ഡാംപ്ഡ് ആവാം, ഓസിലേറ്ററി ആവാം. ഓവർ ഡാംപ്ഡ് എന്ന് വെച്ചാൽ ഒരിക്കലും എത്തത്തില്ല. ഭയങ്കര സ്ലോ ആയിട്ട് മാത്രമേ സിസ്റ്റം ആ ബിഹേവിയറിലേക്ക് എത്തുള്ളൂ. അതായത് 0-ൽ നിന്ന് കപ്പാസിറ്റർ ചാർജ് ചെയ്ത് തുടങ്ങിയാൽ വളരെ സ്ലോ ആയിട്ട് മാക്സിമം വാല്യൂയിലേക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഇറ്റ് വിൽ ടേക്ക് വെരി ലോങ് ടൈം. ദിസ് ഈസ് ദ കണ്ടീഷൻ ഓവർ ഡാംപ്ഡ്. ഇനി ഓസിലേറ്ററി ആണെങ്കിൽ സംഭവിക്കുന്നത് ആദ്യം ഈ പറയുന്ന ഓസിലേറ്ററി ബിഹേവിയർ കൂടുതലായിരിക്കും. പക്ഷേ ഡാമ്പിങ് കാരണം അതെന്ത് ചെയ്യും, പതുക്കെ e raised to -bt എന്ന് പറഞ്ഞ ടേമിൻ്റെ ഡിപ്പെൻഡൻസ് കാരണം അതിങ്ങനെ കുറഞ്ഞ് പിന്നെ ഗ്രാജുവലി ആ വാല്യൂയിലേക്ക് അപ്രോച്ച് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ഓസിലേറ്ററി സൊല്യൂഷൻ. എന്നുവെച്ചാൽ ക്രിട്ടിക്കൽ റെസിസ്റ്റൻസിനേക്കാളും കുറവാണ് നമ്മുടെ റെസിസ്റ്റൻസ് എങ്കിൽ. ഇതൊന്നും അല്ലാതെ ക്രിട്ടിക്കലി ഡാംപ്ഡ്, ഇത് രണ്ടും അല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നേക്കും. കർവിന് വേണമെങ്കിൽ ഓസിലേറ്ററി ബിഹേവിയറിലേക്ക് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഓവർ ഡാംപ്ഡ് കണ്ടീഷനിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ക്രിട്ടിക്കലി ഡാംപ്ഡ് കണ്ടീഷൻ. സിമിലർ ടു നമ്മൾ സാധാരണ ഒരു പെൻഡുലം എടുത്ത് വെച്ചിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന സമയത്ത് പെൻഡുലത്തിൻ്റെ ഇപ്പോൾ 0 റെസിസ്റ്റൻസ് കണ്ടീഷനാണ്. നമുക്ക് പെൻഡുലത്തിൻ്റെ സൊല്യൂഷൻ ഒരു sin⍵t സൊല്യൂഷനിലോ cos⍵tയിലോ ഫുള്ളി ഓസിലേറ്റ് ആയിട്ട്. ഇനി നിങ്ങൾക്ക് എയർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഫോഴ്സ്ഡ് ഓസിലേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും, കുറേ നേരം കഴിയുമ്പോൾ അതിൻ്റെ ഓസിലേഷൻ ഡൈ ഔട്ട് ചെയ്ത് തുടങ്ങും. എന്ന് വെച്ചാൽ ഡാമ്പ് ചെയ്തു. അതാണ് നമ്മൾ ഡാമ്പിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എങ്ങനെയാണോ ഈ സാധാരണ റെസിസ്റ്റൻസ്, സാധാരണ എയർ റെസിസ്റ്റൻസ് ഒരു സാധാരണ മെക്കാനിക്കൽ സിസ്റ്റമായ പെൻഡുലത്തെ അഫക്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ റെസിസ്റ്റൻസ് ചെയ്യുന്ന പരിപാടി ഇതാണ്, സാധാരണ റെസിസ്റ്റൻസ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം നമ്മൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉപയോഗിക്കുന്ന റെസിസ്റ്റൻസ് മാത്രമല്ല, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ബാക്കി കമ്പോണൻസ് എല്ലാം കൂടെ ചേർന്നിട്ടും ഈ ചേഞ്ച് ഉണ്ടാക്കാനുള്ള കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ അതിന് തീരുമാനിക്കുന്ന ക്രിട്ടിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 √LC ആണ്. ആൻഡ് കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ പറ്റും. ഏത് R 0 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ R വളരെ കുറവാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഓസിലേറ്ററി കണ്ടീഷനുള്ള ഫ്രീക്വൻസിയുടെ എക്സ്പ്രഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞു. ω = 1/LC - R²/4L² എന്ന് പറഞ്ഞ ക്രിട്ടിക്കൽ ആ ഫ്രീക്വൻസി, ഇത് ഓസിലേറ്ററി സൊല്യൂഷൻ്റെ ഫ്രീക്വൻസിയാണ്. അപ്പോൾ R വളരെ കുറവായിരിക്കും ഈ കണ്ടീഷനിൽ. അങ്ങനെയാണെങ്കിൽ ω എങ്ങോട്ട് പോകും, LCയിലേക്ക്. R 0 ആണെങ്കിൽ എന്തായി, ω = 1/√LC when R = 0. ഇത് സാധാരണ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത സമയത്ത് സർക്യൂട്ടിൻ്റെ പെർഫെക്റ്റ് ഓസിലേഷൻ കണ്ടീഷനാണ്. ആറിൻ്റെ വാല്യൂ ഉള്ള സമയത്ത് എന്ത് സംഭവിക്കും, ആ ഫ്രീക്വൻസി കുറഞ്ഞു വരും. ആറിൻ്റെ വാല്യൂ ഡിപ്പെൻഡൻ്റ് ആണ് ഈ കണ്ടീഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ നമുക്കൊരു മെക്കാനിക്കൽ സിസ്റ്റത്തെയും ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തെയും നമുക്ക് 1 to 1 ആയിട്ട് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം കപ്പാസിറ്റർ ചാർജ് ചെയ്ത് ഒരു സാച്ചുറേഷൻ വാല്യൂ Q0 എത്തുന്നത് ഈ പറഞ്ഞ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും സപ്ലൈ വോൾട്ടേജും സെയിം ആവും. ആ സമയത്തിനിടയ്ക്ക് എന്തൊക്കെ രീതിയിൽ ആ കപ്പാസിറ്ററിലേക്കുള്ള ചാർജിന് വ്യത്യാസം വരാം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. ആ ട്രാൻസിയൻ ടൈം ഈ ഒരു ഷോർട്ട് ടൈമിലാണ് ഈ 3 പ്രോസസ്സുകളിൽ ഏത് വേണമെങ്കിലും നടക്കാം, ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് R. പക്ഷെ എങ്ങനെയായാലും സിസ്റ്റം Q0 എന്ന് പറഞ്ഞ ചാർജിലേക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ അതിനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ ആറിൻ്റെ വാല്യൂവിനെ കൂടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സിസ്റ്റത്തിന് ഡാമേജ് ചെയ്യാതെ, ഓവർ ഡാംപ്ഡ് ആകാതെ ഒരു വാല്യൂ ഓഫ് R നമ്മൾ ഡിസൈനിങ് കണ്ടീഷനിൽ ചൂസ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം ഈ പറഞ്ഞ റെസിസ്റ്റൻസ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫുള്ളി 0 ആക്കാൻ പറ്റില്ല, സിസ്റ്റം തോന്നുന്ന പോലെ ഓസിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനനുസരിച്ച് നമ്മൾ ബാക്കി വാല്യൂസ് അറേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കപ്പാസിറ്റർ കൂടെ, ലൈക്ക് ഈ LCR സർക്യൂട്ടിൽ കൂടെ ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത്.